പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും കഥാവിൻ്റെ വചനവുമായി ഒരുമിച്ച് നമുക്ക് കഥാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ദൈവം ചെയ്ത വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന എല്ലാവരെയും യേശു കഥാവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കഥാവിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ മേൽ അയക്കട്ടെ. ദൈവികമായ അനുഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കട്ടെ. കഴിഞ്ഞ നാളുകളിലെ പ്രോഗ്രാം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ വചനങ്ങളും കഥാവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞാനൊരു വിഷയം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ TV പ്രേക്ഷക സംഗമം നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആ മീറ്റിംഗ് നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ചെമ്പുകാവ് റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് എല്ലാ മാസത്തിലും 2ാമത്തെ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിനെ നിങ്ങൾ ഓർക്കുക. അതുപോലെ എറണാകുളം ഭാഗത്തുള്ള വ്യക്തികൾക്ക് മീറ്റിങ്ങിന് പങ്കെടുക്കുവാൻ താല്പര്യമാണെങ്കിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വൈകുന്നേരം 4 മണി മുതൽ YMCA ഹാളിൽ വെച്ച്, കച്ചേരിപ്പടി YMCA ഹാളിൽ വെച്ച് നമ്മുടെ ഒരു പ്രെയർ, ഒരു TV പ്രേക്ഷക സംഗമം നടക്കുന്നുണ്ട്. താല്പര്യത്തോടെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആ മീറ്റിങ്ങിന് കടന്നു വരാൻ അവസരമുണ്ടായിരിക്കും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വൈകുന്നേരം 4 മണി മുതൽ കച്ചേരിപ്പടി YMCA ഹാളിൽ വെച്ച്, ചിറ്റൂർ റോഡിലെ YMCA ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അതുപോലെ കൊല്ലത്ത് വെച്ച് എല്ലാ മാസത്തിലും 1ാമത്തെ ശനിയാഴ്ച ചിന്നക്കട വരിഞ്ഞൻ ടവറിൽ വെച്ച് എല്ലാ മാസവും 1ാമത്തെ ശനിയാഴ്ച നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിലും കടന്നു വരുവാൻ കൊല്ലം ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ദൂരത്തുള്ളവർ നിങ്ങൾ മീറ്റിങ്ങിന് കടന്നു വരിക. ഏറ്റവും അനുഗ്രഹമായിരിക്കും. ആമേൻ. കഥാവ് നിങ്ങളെ സ്പർശിക്കും. നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരങ്ങളാണ്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 5-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും. ആ ഭാഗത്ത് ഹോശേയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുന്ന ഒരു ദൂതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. മഞ്ഞ് പോലെ. നമുക്കെല്ലാവർക്കും മഞ്ഞെന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരനുഭവമാണ്. നമ്മളെല്ലാവരും മഞ്ഞിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ആമേൻ. ഒത്തിരി പേരും മഞ്ഞിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രഭാതത്തിൽ വരുന്ന മഞ്ഞ് കാണുവാൻ നമുക്ക് ഏറ്റവും സന്തോഷമാണ്. അത് അനുഗ്രഹമാണ് നമുക്ക്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തൊരു കുളിർമയുളവാക്കുവാൻ പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഈ മഞ്ഞെന്ന് പറയുന്ന ഒരു തണുപ്പും ഒരു ആശ്വാസവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഈ ഭാഗത്ത് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്ന വചനം ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ വരൾച്ചകൾക്കകത്ത്, ജീവിതത്തിൻ്റെ നിരാശയ്ക്കകത്ത്, ജീവിതത്തിൻ്റെ ചൂടിനകത്ത്, കണ്ണുനീരിനകത്ത്, കഷ്ടതയ്ക്കകത്ത്, പ്രതികൂലങ്ങൾക്കകത്ത്, പ്രതിസന്ധികൾക്കകത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന, പുകയുന്ന വിഷയങ്ങളോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദത്തിൻ്റെ മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഈ വചനത്തിനകത്തുനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മഞ്ഞുപോലെ ഇറങ്ങി വരും. ചില വിടുതലുകളുമായി, ചില അനുഗ്രഹങ്ങളുമായി, നീറിപ്പുകയുന്ന വിഷയങ്ങളുടെ പരിഹാരവുമായി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം മഞ്ഞുപോലെ ഇറങ്ങി വരുവാനിടയായിരുന്നു. ഈ മഞ്ഞിന് തന്നെ ഒത്തിരിയേറെ പ്രത്യേകത. ഒന്ന്, ഈ മഞ്ഞ് തണുപ്പിക്കുന്ന ഒന്നാണ്. ഈ മഞ്ഞ് ആശ്വാസം പകരുന്ന ഒന്നാണ്. ഇതൊരു ഔഷധമാണ്. നമുക്കറിയാം, പണ്ടുള്ള ആൾക്കാർ, ഇത്തിരി പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ പറയും, നമ്മുടെ ശരീരത്തിനകത്ത് ഈ സ്കിന്നിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പറയാറുണ്ട്, ഈ മഞ്ഞെടുത്തൊന്ന് പുരട്ടിയാൽ മതി, അത് ശരീരത്തിൻ്റെ വിടുതലാകും. അതുപോലെ മഞ്ഞിന് അതിൻ്റേതായ ഔഷധ ഗുണമുണ്ട്. ഇതിന് സൗഖ്യമാക്കുവാൻ കഴിയും, മുറിവുകളെ ഉണക്കുവാൻ കഴിയും, ചില വിടുതലുകളെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ ഈ മഞ്ഞിന് കഴിയും. അതിനൊരു ഔഷധ ഗുണമുണ്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. വേദപുസ്തകത്തിനകത്തും മഞ്ഞിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ, മഞ്ഞ് വെളിപ്പെട്ട ഭാഗങ്ങളിൽ ചില വിടുതലുകളെ നമുക്ക് കാണുവാൻ കഴിയും.
ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിലത്തു നിന്ന് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു പോന്നു. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടുന്ന സകല സാഹചര്യങ്ങളും ഉളവാക്കുമ്പോൾ, മനുഷ്യനെ ഉണ്ടാക്കുവാൻ ദൈവം ഹൃദയത്തിനകത്ത് തീരുമാനിച്ചതിന് ശേഷമാണ് മനുഷ്യന് താമസിക്കുവാൻ ആവശ്യമായ ചുറ്റുപാടുകളെ താൻ ഉണ്ടാക്കുന്നത്. അവൻ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, അതിനകത്ത് ആമേൻ വെള്ളം, ആമേൻ വെളിച്ചം, ആമേൻ സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി സകലതും ആമേൻ ഒന്നുമില്ലായ്മയ്ക്കകത്തുനിന്ന് വാക്കുകൊണ്ട് താൻ വിളിച്ചു വരുത്തുമ്പോൾ, സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യനെ ആമേൻ നല്ലൊരു ചുറ്റുപാടിനകത്ത് ആമേൻ ഉളവാക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന് വേണ്ടി സകലതും സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആമേൻ നമുക്കൊരു കാര്യം അറിയാം, മനുഷ്യനെ ദൈവം തോട്ടത്തിനകത്താക്കി വെക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കി തോട്ടത്തിനകത്താക്കി വെക്കുകയാണ്. അതേ സമയത്ത് തന്നെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ മനുഷ്യനെ തോട്ടത്തിനകത്താക്കി വെച്ചാലോ അവരോട് പറഞ്ഞില്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഞാൻ ആമേൻ തോട്ടത്തിനകത്താക്കി വെച്ചിരിക്കുന്ന വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക് ഒക്കെ വെള്ളം ഒഴിക്കണം, അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇന്നൊന്നും അല്ല ദൈവം പറഞ്ഞേ. ഹല്ലേലൂയ. അവരോട് പറഞ്ഞത് നിങ്ങൾ ആമേൻ ഭൂമിയെ വാഴുക എന്ന് പറഞ്ഞാണ് ഇവരെ തോട്ടത്തിനകത്താക്കുന്നത്. അപ്പോൾ തോട്ടം നനയ്ക്കാൻ എന്താ വഴി? അന്ന് മഴയില്ലല്ലോ. മഴ വരുന്നത് നോഹയുടെ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ട്, എങ്ങനെയാ തോട്ടം നനഞ്ഞിരുന്നേ എന്ന് ചോദിച്ചാൽ വചനം അതിന് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു പോന്നു. ഹല്ലേലൂയ. നനവില്ലാതെ വരണ്ട് കിടക്കുന്ന മേഖലയ്ക്കകത്ത് ഈ മഞ്ഞ് ഒരു നനവാണ്, ഒരാശ്വാസമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണ്ട അവസ്ഥയിൽ കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ, അവൻ വരണ്ട അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യങ്ങൾ ണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക വിഷയം, നിങ്ങളുടെ ആത്മീക മണ്ഡലം, നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരേണ്ടതുപോലെ അവൻ ഒരു നന്മ കാണുവാൻ കഴിയാതെ, ഒരു പച്ചപ്പ് കാണുവാൻ കഴിയാതെ അവൻ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഇന്ന് പകൽക്കാലം ഈ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് മഞ്ഞുപോലെ ഇറങ്ങി വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാശ്വതമായ ആമേൻ വിടുതലുകളെ നൽകുവാനിടയായി തീരും. ഇത് വരുമ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങൾക്കകത്ത് ചില പച്ചപ്പുകൾ മുളച്ചു വരും, വരൾച്ചകൾ മാറും, നിരാശകൾ മാറും, ഭാരങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന വിടുതലായി ഈ ദൈവത്തിന്റെ സാന്നിധ്യം മഞ്ഞുപോലെ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. കാരണം ആമേൻ തോട്ടം മുഴുവൻ നനയ്ക്കുവാൻ, അവൻ നിലമൊക്കെയും നനയ്ക്കുവാൻ, കൃഷിക്ക് വേണ്ടി ആമേൻ പുതിയ ഫലങ്ങൾ ഉളവാകുവാൻ, പുതിയ ചെടികൾ കിളിർത്തു വരുവാൻ, ആമേൻ വിത്തായി കിടന്നത് ചിലത് ആമേൻ കിളിർത്ത് പുതിയ ചില ആമേൻ വൃക്ഷലതാദികൾ ഉളവാകുവാൻ മഞ്ഞ് മതിയായിരുന്നു. നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം മുഴുവൻ വരൾച്ചയാന്ന്? ആരെങ്കിലും ഭാരത്തോടെ ചിന്തിക്കുന്നുണ്ടോ? ഇതിനകത്തൊരു പുതിയ തളിർപ്പ് വരുന്നില്ലല്ലോ കർത്താവേ. ആമേൻ. എന്ത് ചെയ്തിട്ടും പച്ച പിടിക്കുന്നില്ലല്ലോ പച്ച. ഹല്ലേലൂയ. എല്ലാ മേഖലയ്ക്കകത്ത് കാല് വെക്കുന്നിടം എല്ലാം വരൾച്ചയാണല്ലോ കാണുന്നേ, നിരാശയാണല്ലോ കാണുന്നേ. ഇന്ന് പകൽക്കാലം പറയുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഒരു മഞ്ഞുപോലെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്നതായി, നിങ്ങളെ ബലപ്പെടുത്തുന്നതായി, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതായി, നിങ്ങൾ വരണ്ട് കിടക്കുന്ന മേഖലകൾക്കകത്ത് ജീവന്റെ പുതുനാമ്പുകളെ ആമേൻ ഉയർപ്പിക്കുവാൻ, ഉളവാക്കി എടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം മഞ്ഞുപോലെ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ. അല്ല, നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഇസ്രായേലാ, ഞാൻ കർത്താവിനെ അറിഞ്ഞൊരു വ്യക്തിയാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ വരൾച്ച കിടക്കുന്നു. ആമേൻ. പുതുതൊന്നും മുളച്ചു വരുന്നില്ല, നന്മയൊന്നും കാണുവാനില്ല, അനുഗ്രഹമൊന്നും കാണുവാനില്ല, നിരാശ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നേ എന്ന് പറയുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിൻ്റെ മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവ്, ഞാൻ ഈ വചനത്തെ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിനകത്തേക്ക് ആമേൻ വരണ്ട് കിടക്കുന്ന എൻ്റെ സകല മേഖലകൾക്കകത്തേക്കും അങ്ങ് ഒരു മഞ്ഞ് പോലെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. നിങ്ങൾ പറയാൻ തുടങ്ങുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ആമേൻ. ആ മഞ്ഞിൻ്റെ സാന്നിധ്യം അവൻ വരണ്ട് കിടക്കുന്ന നിങ്ങളുടെ ജീവിത മേഖലയ്ക്കകത്ത് ചിലതിനെ ഉരുവാക്കുവാൻ പോകുന്നു, ചിലതിനെ ജീവിപ്പിക്കുവാൻ പോകുന്നു, ചിലതിന് ജന്മം നൽകുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഏത് മേഖലയോ ആയിക്കൊള്ളട്ടെ, ആ മേഖലയ്ക്കകത്ത് ദൈവിക വിടുതൽ ആമേൻ ഈ മഞ്ഞിലൂടെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പകരുവാൻ താല്പര്യപ്പെടുക.
ആമേൻ. അതുപോലെ ആമേൻ നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഈ മഞ്ഞിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഇസ്രായേൽ ജനം മിസ്രയീമിനകത്തുനിന്ന് ഇറങ്ങി തിരിച്ചിട്ട് ചില ദിവസങ്ങളായി. ഹല്ലേലൂയ. ഇവരുടെ യാത്രാമധ്യേ നിൽക്കുക. എവിടെന്നാ? മിസ്രയീമിനകത്തെ 430 വർഷക്കാലത്തെ ആമൻ അടിമവാസത്തിന് ശേഷം ആമൻ ദൈവം മോശയിലൂടെ അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ ആമൻ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. അതുകൊണ്ട് ആമൻ നിങ്ങൾ ധൈര്യമായി ഇറങ്ങി വരിക. ആദ്യമൊന്നും ഫറവോൻ വിട്ടില്ല. 1, 2, 3, 4 എന്നിങ്ങനെ 10 ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി മിസ്രയീമിനകത്ത് അയച്ച് അതിനകത്തുനിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ ആമൻ ഫറവോന്റെ കൈക്കകത്തുനിന്ന് ദൈവത്തിന്റെ വീര്യമുള്ള ഭുജബലം കൊണ്ട് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ യാത്രയിൽ ആമേൻ ഹല്ലേലൂയ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഇവർക്ക് വിശക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഭക്ഷണമില്ല. ആദ്യത്തെ ചില ദിവസങ്ങൾക്കുള്ളത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു യാത്രയൊക്കെ പോകുകയാണെങ്കിൽ ആമൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഫുഡിന് ആമൻ ലിമിറ്റുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ആമൻ കനാൻ ദേശത്തേക്കുള്ള യാത്രയെന്ന് പറയുന്നത് 40 വർഷക്കാലമാണ്. 40 വർഷം അവൻ ചില ദിവസങ്ങൾ കൊണ്ട് കഴിയേണ്ടതായിരുന്നു. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ 40 വർഷത്തോളം നീണ്ടു. ഇതിങ്ങനെ നീണ്ടുപോകുന്ന സമയത്ത് ഇവർ 1, 2 പേരല്ല, 10, 20 പേരല്ല, അല്ലെങ്കിൽ 1000, 2000 പേരല്ല, ആമൻ 6 ലക്ഷത്തോളം പുരുഷന്മാർ, പിന്നെ അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുകുട്ടികൾ, ആമൻ എന്ന് വെച്ചാൽ 20 വയസ്സിന് താഴെ ഉള്ള കുഞ്ഞുങ്ങളെ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. പയ്യന്മാരെ ഒന്നും കൂട്ടിയിട്ടില്ല. ആമൻ എണ്ണപ്പെട്ടവർ 20 വയസ്സിന് മേലുള്ള പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം പേരടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം ആമേൻ മിസ്രയീമിനകത്തുനിന്ന് പുറപ്പെട്ടു വരികയാണ്. ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഏത് കടയിൽ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചാൽ ഈ ഇസ്രായേൽ ജനത്തിന് മുഴുവനും തികയും? ഹല്ലേലൂയ. അല്ലെങ്കിൽ പോകുന്ന മരുഭൂമിക്കകത്ത് അവൻ കടകളുണ്ടോ ഭക്ഷണം കൊടുക്കാൻ? ഒന്നുമില്ല. ഹല്ലേലൂയ. ഇവർ പോകുന്ന വഴിയിൽ ഇവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു. ഇവർ മോശയോട് ആവശ്യം പറഞ്ഞു, മോശേ ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണം വേണം. ഹല്ലേലൂയ. അവർ പറഞ്ഞു ആമേൻ ഒന്ന് പിറുപിറുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഹല്ലേലൂയ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ ഒരു കാര്യം ചെയ്യുക, അവരോട് ചെന്ന് പറയുക, അവൻ നാളെ രാവിലെ നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ് കാണാൻ പോവുക. ഹല്ലേലൂയ. നാളെ പ്രഭാതമാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ് കാണും. ആമൻ അതിനകത്ത് നിങ്ങൾക്കുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ആമൻ വലിയ പ്രതീക്ഷയോടെ അന്ന് രാത്രികാലം കിടന്നുറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇവരുടെ കൂടാരങ്ങൾക്ക് വെളിയിലേക്ക് വരുമ്പോൾ, ഇവർ പാളയത്തിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ കാണുന്നത് ആമൻ കൂടാരത്തിൻ്റെ പുറം മുഴുവനും, അവരുടെ പാളയത്തിൻ്റെ പുറത്ത് മുഴുവൻ, അവരുടെ കൂടാരങ്ങളുടെ ഇടയിൽ ആമൻ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുക, മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ. ഇവർ നോക്കുമ്പോഴുണ്ട് നാളെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തേജസ് കാണുമെന്നാണ് പറഞ്ഞേ. പക്ഷേ കണ്ടത് എന്തുവാണ്? പുറത്ത് മഞ്ഞ് കിടക്കുക. ഹല്ലേലൂയ. മഞ്ഞ് കിടക്കുക. ഇവരിറങ്ങി നോക്കുക, ഈ മഞ്ഞിൽ എന്തുവാ സംഭവം? അവൻ ഒരല്പനേരം മഞ്ഞിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ കാണുന്നൊരു കാര്യമുണ്ട്. ഇവർക്ക് വേണ്ടി സൂര്യൻ ഉദിച്ചു വരിക. അല്ല, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ മഞ്ഞ് പാലുകൾ പതിയെ ഉരുകി മാറാൻ തുടങ്ങി. അതിനകത്ത് വെളുത്ത് കൊത്തമ്പാലരി പോലൊരു പദാർത്ഥം ഇവരുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വന്നു. അവർ പരസ്പരം ചോദിച്ചു, ഇതെന്ത്? അവസാനം അതിന് പേര് കൊടുത്തു, ഇത് ഹല്ലേലൂയ മന്ന. ഇതെന്തെന്ന് അർത്ഥമുള്ള മന്ന എന്ന പേര് കൊടുത്ത് ആമൻ ഈ മന്നയെ അവർ നോക്കിക്കാണുമ്പോൾ മോശ പറഞ്ഞു, പെറുകിക്കൊള്ളുക, നിങ്ങൾക്ക് കഴിക്കുവാനായി ദൈവം സ്വർഗം തുറന്ന് അവൻ സ്വർഗീയ മല്ലന്മാരുടെ ഭക്ഷണം തന്നേക്കുകയാണ്. ഹല്ലേലൂയ. അവർ സന്തോഷത്തോടെ അന്നത്തേക്കുള്ളത് പെറുക്കിയെടുത്ത് അവരുടെ ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്താൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ഇങ്ങനെ പറഞ്ഞു രസകരമായി ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ആദ്യത്തെ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞിനകത്ത് വെച്ച അവൻ നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അവൻ തണുപ്പാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഈ മന്നയെ അവൻ റെഫ്രിജറേറ്ററിനകത്ത് വെച്ച അവൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ മഞ്ഞിൽ പൊതിഞ്ഞ് അവൻ ദൈവം തൻ്റെ ജനത്തിന് മന്ന പൊഴിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ എന്തായിരുന്നു ആമേൻ ദൈവം ഇതിനെ മഞ്ഞിൽ പൊതിഞ്ഞു കൊടുക്കാനുള്ള കാരണം? ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഈ മന്ന എന്ന് പറയുന്നത് ആമേൻ സാധാരണ പോലെ ആമേൻ വിതറിയിട്ടിരുന്ന പോരായിരുന്നു? ഇവർ രാവിലെ എഴുന്നേറ്റ് പെറുക്കിക്കൊള്ളുമായിരുന്നല്ലോ, എന്താ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആമേൻ, നിങ്ങൾക്കറിയാമോ, ഈ രാവിലെ നമ്മൾ എല്ലാ രാവിലകളിലും മന്ന വരുന്നേ. എല്ലാ രാവിലകളിലും
മഞ്ഞുകല്ലുമാണ്. പ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞിനോടൊപ്പം വീണ് കിടക്കുന്ന പദാർത്ഥമാണ് മഞ്ഞ. അവൻ എല്ലാ രാവിലകളിലും ഇവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹല്ലേലൂയ മഞ്ഞ്, ആമേൻ, നമ്മൾ കാണാം, മഞ്ഞ് കാണാം. അതിൻ്റെ നടുവിലാണ് മഞ്ഞ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ മഞ്ഞിൽ പൊതിഞ്ഞു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ മഞ്ഞിൻ്റെ മകത്ത് ഹല്ലേലൂയ ഈ മഞ്ഞ ഒളിപ്പിച്ചു വെച്ചിരുന്നേ? ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ ഉണരുന്നതിന് മുമ്പേ ഉണരുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഉണരുന്നതിന് മുമ്പ്, മനുഷ്യരുണരുന്നതിന് മുമ്പ് പക്ഷി ആമൻ മൃഗങ്ങൾ എഴുന്നേറ്റ് അവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയുള്ള അവൻ ഭക്ഷണം തേടിപ്പോകും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ 6 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം മന്ന ഒഴിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഉണരുന്നതിന് മുമ്പ് ഈ പക്ഷികൾ ഉണരും. ഇവർ വന്ന് ഇവരുടെ കൂടാരത്തെ ഒന്ന് വട്ടമിടുമ്പോൾ അവൻ ആദ്യത്തെ ദിവസം മന്ന കണ്ടാൽ ഇവരതിനെ കൊത്തിപ്പെറുക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തിനൊട്ട് കിട്ടത്തുമില്ല. പിന്നെ ഈ പറവകൾ മാറുമോ ഇതിൻ്റെ അടുത്തുനിന്ന്? ഇത് മാറത്തില്ല. നമുക്കറിയാം നമ്മുടെ വീടിന് ചുറ്റും കാക്കയൊക്കെ വരുന്ന കാക്ക വരാത്ത പ്രദേശം ഇല്ലല്ലോ. കാക്കയൊക്കെ വരുന്ന സ്ഥലമാണേൽ നമ്മൾ 1 ദിവസം 2 ദിവസം ഭക്ഷണാവശിഷ്ടം പുറത്തു കിടന്നാൽ പിന്നെ 3-ാം ദിവസം മുതൽ കാക്കകളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും നമ്മുടെ വീടിൻ്റെ പരിസരം. ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം അവർക്കറിയാം എവിടെ പോയാലും ഭക്ഷണം, എവിടെ പോയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്ന ഭക്ഷണം കിട്ടും. ഹല്ലേലൂയ. ഇവരുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വെളിയിൽ കാണും. ഞങ്ങൾക്ക് വേറെ എങ്ങും പോയി കൊത്തിപ്പെറുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇസ്രായേൽ ജനത്തെ നോക്കിയേ, ഇവർക്ക് 1 ദിവസം അല്ല മന്ന കൊടുക്കുന്നത്. ഈ 40 വർഷത്തോളം ഇവരെന്ന് ഇവരുടെ കൈ കൊണ്ട് ഇവർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലത്ത് കനാൻ ദേശത്തിനകത്ത് എത്തിയ അന്നു വരെ ദൈവം ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തു എന്ന വചനം പറയുന്നേ. ഹല്ലേലൂയ. അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ഭൂമിയിൽ നിന്ന് വിളവെടുത്ത് ഭക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ആകുന്നത് വരെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അവരുടെ കൂടാരത്തിൻ്റെ ചുറ്റിലും മന്ന ഒഴിച്ചു കൊടുത്തു എന്നാ. ഹല്ലേലൂയ. ഇത്രയും ദിവസം കാക്കകളും വിട്ടു മാറത്തില്ലായിരുന്നു, ഇവർക്കൊട്ട് കഴിക്കാനും കിട്ടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വിചാരിച്ചു, ചുമ്മാതെ കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജനത്തിന്, എൻ്റെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന മന്ന ഈ ലോകത്തിലെ കാക്കകൾക്ക് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് ചില നന്മകൾ സ്വർഗത്തിലെ ദൈവം തരും. ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും രോഗസൗഖ്യം കിട്ടിയതാ, പലപ്പോഴും പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടികൾ കിട്ടിയതാ, വിടുതലുകൾ കിട്ടിയതാ, നന്മകൾ വന്നതാ. പക്ഷെ പലപ്പോഴും അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് സങ്കടത്തോടെ പറയുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വേള ഞാൻ സൗഖ്യമായതാ സഹോദരി, ഒരു വേള എനിക്ക് വിടുതൽ വന്നതാ, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വിടുതൽ ഹല്ലേലൂയ നഷ്ടമായി പോയി. ഒരു വേള എൻ്റെ ബിസിനസ് ഒന്ന് ഉയർന്നു വന്നതാ, പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പഴയതുപോലെ നഷ്ടമായി പോയി. ഒരു വേള ഞാനൊന്ന് പച്ച പിടിച്ചു തുടങ്ങിയതാ, പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിന്റെ മുൻപിൽ നിങ്ങളായിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മകളെ അയക്കും. ദൈവം മന്ന അയച്ചതുപോലെ ഹല്ലേലൂയ മഞ്ഞിൽ പൊതിഞ്ഞ ചില അനുഗ്രഹങ്ങൾ എന്തിനു വേണ്ടി അങ്ങനെ അയക്കുന്നതെന്ന് അറിയാമോ? ഒരു ശത്രുവും നിങ്ങളുടെ പക്കൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ, ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മകളെ കൊത്തിയെടുത്തുകൊണ്ട് പോകാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ നന്മകൾ നഷ്ടമായി പോകാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞിൽ പൊതിഞ്ഞ ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് തരുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹങ്ങൾ. ദൈവം ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ് ചില അനുഗ്രഹങ്ങൾ അയക്കുമ്പോൾ പക്ഷികളൊക്കെ പറയുമായിരിക്കാം, ഞാനിതിനെ നഷ്ടപ്പെടുത്തി കളയും, ഞാനിതിനെ എടുത്തു കൊണ്ടുപോകും, ഞാനിതിനെ അനുഭവിക്കാൻ തരത്തില്ല. പക്ഷെ കർത്താവ് പറയാ, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് ഹല്ലേലൂയ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് മഞ്ഞിൽ പൊതിഞ്ഞാണ്. ആ അനുഗ്രഹത്തെ എടുത്തു കളയുവാൻ, ആ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് നിനക്ക് പറ്റത്തില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് ചെയ്യുന്ന ദൈവപ്രവർത്തികളെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം പിശാചായവൻ നിങ്ങൾക്ക് വിരോധമായി നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ വിചാരങ്ങളും നേർച്ചകാഴ്ചകളും മാനുഷിക ശാപവാക്കുകളും നിങ്ങൾക്ക് വിരോധമായി തല ഉയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്ന കാര്യമുണ്ട്. ഒരു ആഭിചാര മണ്ഡലങ്ങൾക്കും ഒരു ലോകത്തിലെ കാക്കകൾക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്തതുപോലെ ഞാൻ എൻ്റെ നന്മ എൻ്റെ മക്കൾക്ക് വേണ്ടി അയക്കും, വെറുതെ അയക്കത്തില്ല. അതിനെ മഞ്ഞിൽ പൊതിഞ്ഞ് ഹല്ലേലൂയ
ചില നന്മകളെ, ചില വിടുതലുകളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സ്വർഗം അയക്കാൻ പോവുക ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, കർത്താവേ പലതും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി, പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു നഷ്ടമായി പോകാത്ത രീതിയിൽ എൻ്റെ കരങ്ങളിലേക്ക് ചില നന്മകൾ വരണം. നഷ്ടമായി പോകാത്ത രീതിയിൽ എൻ്റെ കരങ്ങളിലേക്ക് ചില അനുഗ്രഹങ്ങൾ വരണം. ഹല്ലേലൂയ. ആ മഞ്ഞിൽ പൊതിഞ്ഞ ചില അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹങ്ങൾ. ഇനി ഒന്നുകൂടെ ചിന്തിച്ചേ, എന്താ ഈ മഞ്ഞെന്ന് പറയുന്നേ? ഹല്ലേലൂയ. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കുമെന്നായ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നേ. ഹല്ലേലൂയ. അപ്പം മഞ്ഞ് എന്തുവാണ്? ഞാനൊന്ന് ഒരു കുഞ്ഞു വാക്യം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 32:2 വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ വചനം മഞ്ഞ് പോലെയും. ഹല്ലേലൂയ. നിങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്നാണ് പറയുന്ന ഭാഗത്ത്. ആമേൻ. ആവർത്തന പുസ്തകം 32:2 വാക്യം, എൻ്റെ വചനം മഞ്ഞ് പോലെയും. എന്ന് വെച്ചാൽ മഞ്ഞെന്തുവാണ്? ദൈവത്തിൻ്റെ വചനം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ പൊതിഞ്ഞ ചില നന്മകളെ ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അയക്കാൻ പോവുക. ദൈവത്തിൻ്റെ വചനത്തിൽ പൊതിഞ്ഞ ചില നന്മകളെ. ഹല്ലേലൂയ. വചനമാരാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ദൈവം പറയുക, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. ഹല്ലേലൂയ. അതേ മഞ്ഞ് തന്നാണ് ദൈവത്തിൻ്റെ വചനം. അതേ മഞ്ഞ് തന്നാണ് നമ്മളെ പൊതിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, നമുക്കുള്ള നന്മകളെ പൊതിയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ അടുക്കലേക്ക് അയക്കുന്നേ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ നമ്മൾ പ്രാപിച്ച പല നന്മകളും ശത്രുവായവൻ കൊത്തിക്കൊണ്ടുപോയിരിക്കുമ്പോൾ, ആമൻ, സാഹചര്യങ്ങൾ നമ്മൾ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞുതരാം. ഒരു മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്. നിങ്ങൾ പറയുന്നു ഞാൻ രോഗിയാന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടുന്ന മഞ്ഞിൽ പൊതിഞ്ഞ നന്മ ഞാൻ ഹല്ലേലൂയ വചനത്തിനകത്ത് വെളിപ്പെടുത്തി തരാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില രോഗങ്ങൾ വന്ന് നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി പറയുക, അതിനകത്ത് നമുക്കുള്ള വിടുതലുണ്ട്, അതിനകത്ത് നമുക്കുള്ള അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ വചനത്തിലൂടെ വിടുതൽ പ്രാപിച്ച വ്യക്തിയാണ്. എൻ്റെ ശരീരത്തിൽ പലവിധമായ രോഗങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും പ്രഷർ വേരിയേഷൻസ്, എപ്പോഴും പ്രഷർ കുറഞ്ഞിട്ട് ബോഡി വല്ലാതെ വീക്കാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. അതിനകത്ത് ആമേൻ ആ സാഹചര്യത്തിന് അതിനെ പുറത്തെടുത്തത് ഈ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അത് അസാധാരണമായ നെഞ്ചുവേദനയാൽ പലപ്പോഴും ഞാൻ ഭാരപ്പെട്ടിരുന്നു. ഈ വചനം ആമേൻ പഠിപ്പിക്കുവാൻ തക്കവണ്ണം, ഞാൻ വചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം, നമ്മൾ വചനം കേൾക്കുന്നതും പ്രസംഗിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ പ്രസംഗിക്കുന്ന നമ്മൾ ഇതുവഴി കേട്ട് ഇതുവഴി കളയുന്നവരാ. അപ്പോഴൊന്നും കയറാത്ത ദൈവത്തിൻ്റെ വചനം ഇത് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി അവൻ ഇരുന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നിൽ ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ വചനം എന്നോട് തന്നെ സംസാരിച്ചു, പറഞ്ഞു, നീ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ, ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ ഇതിനകത്ത് വരുന്ന ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ വറിയിടാകേണ്ട ആവശ്യമില്ല. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ കാര്യത്തെ നോക്കിക്കോളും. ഞാൻ ആ വിഷയത്തെ ദൈവകാര്യങ്ങളിലേക്ക് കൊടുത്തു. കർത്താവിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നോ, ഈ വചനത്തിലൂടെ ഈ മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹത്തെ ഒന്ന് റിസീവ് ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ ശരീരം, ഞാൻ ദൈവത്തിൻ്റെ മകള്, കർത്താവിൻ്റെ കുഞ്ഞ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന രോഗം ആമേൻ എൻ്റെ വിഷയമല്ല, അത് എൻ്റെ ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിഷയമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിഷയമാണ് എന്നിൽ കിടക്കുന്ന രോഗമെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ആ വിഷയത്തെ വിടുകയാണ്. ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങ് ശരീരത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് ഞാൻ ഭാരപ്പെടത്തില്ല. ഞാൻ ഈ രോഗത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഈ രോഗത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് പകരണം. നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിക്കകത്തായിരിക്കുന്നുവോ, അതിൻ്റെ മധ്യത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം
ആമേൻ. 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എൻ്റെ ബുദ്ധിമുട്ടിനെ മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ചില വിടുതലുകളെ, നന്മകളെ ഈ മഞ്ഞിൽ പൊതിഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. റിസീവ് ചെയ്യാൻ കഴിയുമോ? പറയാൻ പറ്റുമോ? കർത്താവേ, ആ മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹം എനിക്ക് വേണം. എൻ്റെ ദൈവം എനിക്ക് മഞ്ഞ് പോലെ ഇരിക്കുമെന്ന് വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വരൾച്ചകളെ മാറ്റുവാൻ എൻ്റെ ജീവിതത്തിൽ മഞ്ഞ് പോലെ ഇറങ്ങി വരണം. എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഹല്ലേലൂയ ശോഷിപ്പുകളെ മാറ്റുവാൻ എൻ്റെ ജീവിതത്തിനകത്ത് മഞ്ഞ് പോലെ ഇറങ്ങി വരണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മഞ്ഞ് പോലെ ഇറങ്ങി വരണം. ഹല്ലേലൂയ. എൻ്റെ നന്മകൾ പലപ്പോഴും ശത്രു കൊത്തിക്കൊണ്ടുപോവുക, അതിനകത്ത് നിലനിൽക്കുന്ന നന്മകൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ കർത്താവേ അങ്ങൻ്റെ നന്മകളെ പൊതിഞ്ഞ്, ഹല്ലേലൂയ, വചനത്തിൽ പൊതിഞ്ഞ നന്മകളാൽ എന്നെ നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറഞ്ഞാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വരൾച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നിരാശകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കണ്ണുനീരുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പച്ചപ്പ് കാണാൻ കഴിയാത്തതുപോലെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ നിരാശകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം മഞ്ഞുപോലെ ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹമായ ജീവിതത്തിനകത്തേക്ക് സ്വർഗം ഇറങ്ങി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നന്മകൾ പലപ്പോഴും കയ്യിൽ കിട്ടി നഷ്ടമായി പോയവരുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം മഞ്ഞിൽ പൊതിഞ്ഞ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിനകത്തേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. രോഗികൾ സൗഖ്യമാകട്ടെ, ബലഹീനർ മാറട്ടെ, ബിസിനസിന്റെ മേഖലകൾ അനുഭവിക്കുന്ന വരൾച്ചകൾ മാറട്ടെ കർത്താവേ. ജീവിതത്തിന്റെ തകർച്ചകൾ മാറട്ടെ. വിണ്ടുകീറിയതുപോലെ ഹൃദയങ്ങൾക്കകത്ത് കിടന്ന മുറിവുകൾ ഈ മഞ്ഞിന്റെ സാന്നിധ്യത്താൽ ഭേദമാകട്ടെ, സൗഖ്യമാകട്ടെ. ദൈവകരങ്ങളിലേക്ക് തരുന്ന കർത്താവ് ദൈവിക വിടുതൽ ദൈവജനത്തിൻ്റെ മേൽ അയക്കണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അസാധാരണമായ വിടുതൽ അങ്ങയുടെ ജീവിതത്തിൻ്റെ മേൽ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്മേൽ കർത്താവ് അയക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ വിടുതലിൻ്റെ സാക്ഷ്യമായി വെളിപ്പെട്ട് വരട്ടെ. മഞ്ഞിൽ പൊതിഞ്ഞ ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. കർത്താവിൽ ബലപ്പെടട്ടെ കർത്താവേ. ഞാൻ ബ്ലസ് ചെയ്യുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മീറ്റിംഗ് വരുന്ന സെക്കൻഡ് സാറ്റർഡേ തൃശ്ശൂരിൽ ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്നുണ്ട്. ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. നിങ്ങൾ കടന്നു വരിക. രോഗികളായിട്ടിരിക്കുന്നവർ, പ്രശ്നങ്ങളിലിരിക്കുന്നവർ കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതുപോലെ വരുന്ന സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം 4:30 മണി മുതൽ എറണാകുളത്ത് കച്ചേരിപ്പടി ചിറ്റൂർ റോഡിൽ YMCA ഹാളിൽ വെച്ച് ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം, ഈ പോർഷൻ ചാനലിലെ പ്രോഗ്രാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ റെജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ദിവസേന ഞങ്ങളുടെ മീറ്റിങ്ങുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കിട്ടും. ലൈവ് മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും കൂടാതെയുള്ള ഡെലിവറൻസ് മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ ലൈവായി അതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കും. അതാണ് വളരെ അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുവോളം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.